ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ എവിടേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിഞ്ചറിലോട്ടേക്കാണ് പോകുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ. ഒഷോഗാറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഞാനിപ്പോൾ ജിഞ്ചയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഞ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഷ്രൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജപ്പാനിലെ ഒഷോഗാറ്റ്സ് അല്ലെങ്കിൽ ജാപ്പനീസ് ന്യൂ ഇയർ ഈസ് വെരി മച്ച് ഫേമസ്. ഇവിടുത്തെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രഡീഷണൽ വേയിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഫുൾ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി ഭയങ്കര പക്ക ട്രഡീഷണൽ വേയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഇവർ ആ ഒരു ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ന്യൂ ഇയറിന് തന്നെ ജിഞ്ചയിൽ പോയിട്ടായിരുന്നു എൻ്റെ ഒരു വർഷം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2026 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 12 മണിയാകുമ്പോൾ തന്നെ ജിഞ്ച ഓപ്പൺ ആക്കും. ആൻഡ് എല്ലാവരും ക്യൂ നിന്ന് നമ്മളുള്ളിൽ പോയി ഒയിനൂര് ചെയ്യുന്ന വെച്ചാൽ പ്രാർത്ഥിക്കും. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് ഹഷിയൊക്കെ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുതിയൊരു വർഷമല്ലേ, അപ്പം നമുക്ക് നാട്ടിൽ കൈനീട്ടൊക്കെ തരുന്നത് പോലെ ഇവിടെ ഹഷിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം ഞങ്ങൾ പിന്നെ ഒമിക്കുജി എടുത്തിട്ടുണ്ടായിരുന്നു. ഒമിക്കുജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫോർച്യൂൺ. അപ്പോൾ അതിലെനിക്ക് ഇച്ചിതായി ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇച്ചിബാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ തന്നെ. അപ്പോൾ ഈ ഒരു വർഷം വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആസ് ജാപ്പനീസ് ട്രഡീഷണൽ പ്രകാരം. ആൻഡ് അത് ഞാൻ ഇതേപോലെ അവിടെ ടൈ ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഒമിക്കുജി എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സെക്കൻഡ് ടൈം പോയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഗക്കോ ആണെങ്കിലും കൈഷി ആണെങ്കിലും എല്ലാം ന്യൂ ഇയറിന് ലീവായിരിക്കും. ഒരു 4-5 ദിവസം ലീവായിരിക്കും. സോ മോസ്റ്റ്ലിയും എല്ലാവരും ന്യൂ ഇയർ ഫാമിലി ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് 12 ആകുമ്പോൾ എല്ലാവരും ജിഞ്ചയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഏർലി മോർണിംഗ് തന്നെ സൺറൈസൊക്കെ കണ്ടതിന് ശേഷം ട്രഡീഷണൽ വേയിൽ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇവർ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുക.